എറണാകുളം അയ്യപ്പൻകാവിൽ നിന്ന് നാടിനെ നടുക്കിയ ഒരു വാർത്ത നമ്മളെല്ലാം കേട്ടതാണ്. സ്വന്തം കാമുകിയെ കല്യാണം കഴിച്ചു തരാൻ വേണ്ടി എതിര് നിന്ന വല്യച്ഛനെ വാഹനമിടിച്ച് കൊല്ലാൻ നോക്കിയ കേസിലെ പ്രതിയെ കൊച്ചി നോർത്ത് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. അതേ അഭിജിത്ത് പ്രസാദിന്റെ മറ്റൊരു വീഡിയോ കൂടി, നടുക്കുന്നൊരു വീഡിയോ കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് സ്വന്തം അമ്മയെ ഈ മാസം 22-ാം തീയതി ഇതേ കാരണം പറഞ്ഞുകൊണ്ട് തല്ലിച്ചതയ്ക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നത്. വളരെ ദയനീയമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും കൊച്ചി നോർത്ത് പോലീസ് ഇപ്പോൾ വധശ്രമത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. രണ്ടാമത്തൊരു കേസ് കൂടി ഇപ്പോൾ അഭിജിത്തിനെതിരെ വന്നിരിക്കുകയാണ്. സ്വന്തം അമ്മയെ മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽപ്പെട്ട ഈ ആക്രമണങ്ങൾക്കും ഇത്തരപ്പെട്ട പ്രശ്നങ്ങൾക്കുമെല്ലാം കാരണം ഒരു യുവതിയാണ് എന്ന്, ഇവരുടെ കാമുകിയാണ് എന്ന് തന്നെയാണ് കുടുംബങ്ങളും അമ്മയും അടക്കം ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ആ വല്യച്ഛനെ അദ്ദേഹം വണ്ടിയിടിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ആസൂത്രിതമായിട്ട് തന്നെയാണ് അദ്ദേഹം ആ അപകടം ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് CCTV ദൃശ്യങ്ങൾ എല്ലാം സാക്ഷിയാണ്. എന്നാൽ അദ്ദേഹം അതൊന്നും വകവെക്കാതെ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ആ വല്യച്ഛനെ അദ്ദേഹത്തിൻ്റെ കാറിൽ കയറ്റിക്കൊണ്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ആദ്യ സമയത്തൊന്നും കുടുംബക്കാർക്ക് പ്രത്യേകിച്ച് അതിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ചില സ്വഭാവ വൈകൃതങ്ങൾ അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അവർക്ക് ചില സംശയങ്ങൾ തോന്നുന്നു. അവർ പോലീസിൽ പരാതിപ്പെടുന്നു. അതിനുശേഷം പോലീസ് നടത്തിയ പരിശോധനയിൽ സമീപവാസികളുടെ എല്ലാം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. ആ സമയത്ത് തന്നെയാണ് അഭിജിത്തിൻ്റെ കാർ തന്നെയാണ് വന്ന് ഇടിച്ചത് എന്നും അത് മനഃപൂർവ്വമുണ്ടാക്കിയ അപകടമാണ് എന്നും പോലീസ് കണ്ടെത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചി നോർത്ത് പോലീസ് അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് അതിലും ഭയാനകമായ മറ്റൊരു വീഡിയോ ഇന്ന് കാണാൻ വേണ്ടി സാധിച്ചത്. അത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പുറത്തു വന്ന വീഡിയോ ആണ്. സ്വന്തം അമ്മയെ നിങ്ങൾക്ക് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. വളരെ അകാരണമായിട്ട്, കാരണമൊന്നുമില്ലാതെ തന്നെ ആ അമ്മയെ മർദ്ദിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇത് ഏകദേശം ഈ മാസം 22-ാം തീയതിയാണ് ഈ വീട്ടിൽ സംഭവിക്കുന്നത്. ഇതിനെല്ലാമുള്ള കാരണം എന്താണ് എന്ന് വെച്ചാൽ, ഈ കുടുംബം ഒരു വനിതാ ഹോസ്റ്റൽ നടത്തിയിരുന്നു. ആ വനിതാ ഹോസ്റ്റലിൽ മൂവാറ്റുപുഴ ഉള്ള ഒരു സ്വദേശി, ഒരു വനിത അവിടെ വന്ന് താമസിക്കുകയും ചെയ്തിരുന്നു. ആ താമസിക്കുന്ന ഇടയ്ക്ക് ഈ അഭിജിത്ത് പ്രസാദുമായിട്ട് സൗഹൃദത്തിലാവുന്നു. അതുപോലെ തന്നെ ആ സൗഹൃദം കാലക്രമേണ പ്രണയത്തിലേക്ക് വഴിമാറുകയാണ്. അപ്പോൾ തുടക്കത്തിലെല്ലാം തന്നെ വീട്ടുകാർക്കും ആ പ്രണയത്തിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്ന് തന്നെയായിരുന്നു അവർ കണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കല്യാണം കഴിച്ച് തരാമെന്ന് ആ മൂത്തച്ഛനും അതുപോലെ തന്നെ കുടുംബവും എല്ലാം പറഞ്ഞിരുന്നു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അഭിജിത്ത് ആ വാടക കെട്ടിടമെല്ലാം ഇദ്ദേഹത്തിൻ്റെ പേരിലേക്ക് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആരാണിത് പറഞ്ഞതെന്ന് തിരക്കിയപ്പോൾ ഈ കാമുകിയാണ് ഇത് പറഞ്ഞത് എന്ന് വീട്ടുകാർ പറഞ്ഞപ്പോൾ തന്നെ വീട്ടുകാർ അതിൽ നിന്നും ഉടക്കി. അതുപോലെ തന്നെ എന്നിട്ടും കല്യാണം കഴിച്ചു തരാമെന്ന് അവർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വടുതലയിലെ അവരുടെ വാടക കെട്ടിടത്തിലേക്ക് മാറി താമസിക്കണമെന്നെല്ലാം അഭിജിത്തിനോട് പറഞ്ഞപ്പോൾ അഭിജിത്ത് അതെല്ലാം അംഗീകരിച്ച ഒരു മനുഷ്യനാണ്. അതിനുശേഷമാണ് ഇത്തരം വാടക കെട്ടിടം അവരുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യണം, മറ്റു കാര്യങ്ങളെല്ലാം യുവതി ഇവരെ കൊണ്ട് ആവശ്യപ്പെടാൻ വേണ്ടി കുടുംബക്കാരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. അങ്ങനെയാണ് ആ കുടുംബത്തിന് ഈ യുവതിയുടെ പെരുമാറ്റത്തിൽ ചില സംശയങ്ങൾ തോന്നാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെയാണ് ആ യുവതിയെക്കുറിച്ച് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണമെന്ന് ആ വല്യച്ഛൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ആ മൂവാറ്റുപുഴയിലുള്ള ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷിച്ച സമയത്താണ് ഈ സ്ത്രീ ഇതിൻ്റെ മുന്നേ കല്യാണം കഴിച്ചതാണ് എന്നും ആ കല്യാണത്തിൽ ഒരു കുട്ടിയുടെ മാതാവാണ് ഈ മൂവാറ്റുള്ള ഈ സ്ത്രീ എന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ വല്യച്ഛൻ വീട്ടിൽ പോയി കാര്യങ്ങൾ എല്ലാം കുടുംബത്തെ അറിയിക്കുന്നു. ആ കുടുംബം യാതൊരു കാരണവശാലും ഈ കല്യാണം ഞങ്ങൾ കടത്തി തരുകയില്ല എന്ന് ഈ അഭിജിത്ത് പ്രസാദിനെ അറിയിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ മൂത്തച്ഛനെ കൊല്ലണമെന്ന് പറയുന്ന ഈ ഒരു വലിയ ഒരു തെറ്റിലേക്ക് നീങ്ങിയത്. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു ആക്സിഡൻറ്റ് മനഃപൂർവ്വം അദ്ദേഹം സൃഷ്ടിച്ച് അച്ഛനെ ആദ്യം കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം അമ്മയെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങളടക്കം 22-ാം തീയതി വീട്ടിൽ പോയിട്ട് കച്ചറയുണ്ടാക്കുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം നടന്നാലും വീട്ടുകാർ പറയുന്നത് ഇദ്ദേഹത്തിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ മുമ്പേ അദ്ദേഹം കൗൺസിലിംഗ് പോവുകയും അതുപോലെ തന്നെ ഈ മാനസിക ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചത് കൊണ്ട് തന്നെ അതിന് മരുന്ന് കഴിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അമ്മ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യത്തിലെല്ലാം തന്നെ ഇതിൻ്റെ കാരണക്കാരി എന്ന് പറയുന്നത്
ഇവരുടെ കാമുകി എന്ന് പറയുന്ന ഈ മൂവാറ്റുപുഴ സ്വദേശിയാണ് എന്ന് തന്നെയാണ് അമ്മയും അതുപോലെ തന്നെ കുടുംബക്കാരും പറയുന്നത്. ഏതായാലും മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും ഏതായാലും വധശ്രമത്തിനുള്ള കേസാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമതൊരു കേസും കൂടി വന്നിരിക്കുകയാണ്. അതും സ്വന്തം അമ്മയെ തല്ലിയ കേസിലും കൂടി അദ്ദേഹത്തെ ഇപ്പോൾ തീർച്ചയായിട്ടും പോലീസ് ഇനി ചോദ്യം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കൊച്ചി നോർത്ത് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു കുടുംബം എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ട് ഒരു ഇടത്തരം കുടുംബമാണ് എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിലേക്ക് ഈ പറയുന്ന യുവതി അവരുടെ വനിതാ ഹോസ്റ്റലിൽ താമസിക്കാൻ വേണ്ടി വന്നത് മുതലാണ് ഈ അഭിജിത്തുമായിട്ട് പ്രണയത്തിലാവുന്നതും അതിനുശേഷം ഇത്തരത്തിൽപ്പെട്ട പ്രശ്നത്തിലേക്ക് എല്ലാം പോകുന്നതും. ഏതായാലും അഭിജിത്ത് പ്രസാദിനെതിരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കൊച്ചി നോർത്ത് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്.